ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഷെയർമാൻ ആക്ട് 1890 ആണ് പറയുന്നത്. സോ ഇത് ബേസിക്കലി നമ്മൾ കോമ്പറ്റീഷൻ ലോയിലുള്ളതാണ്. സോ നമ്മൾ ഹിസ്റ്ററി പറയുമ്പോൾ അതിനകത്ത് ആൻറ്റി ട്രസ്റ്റ് ലെജിസ്ലേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹിസ്റ്ററിനകത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഹിസ്റ്ററി കാണാത്തവർ, ഹിസ്റ്ററി ഓഫ് കോമ്പറ്റീഷൻ ലോ, കോമ്പറ്റീഷൻ ആക്ട് കാണാത്തവർ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കോമ്പറ്റീഷൻ ലോൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, ഷെയർമാൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആൻറ്റി ട്രസ്റ്റ് ലെജിസ്ലേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ പോളിസി അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഷെയർമാൻ ആക്ട് 1890 എന്ന് നമുക്ക് ലൈക്ക് 5 മാർക്ക് ക്വസ്റ്റ്യനോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്നതാണ് നമ്മൾ പറയുന്നത്. സോ ഷെയർമാൻ ആക്ട് 1890 ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ US എക്കണോമി ഒരു പീരീഡിനകത്ത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ സ്മോൾ നമ്പർ ഓഫ് കോർപ്പറേഷൻസ് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. വെൽത്ത് Sherman Act 1890 originated out of popular concern for the US economy during a period when smaller number of corporations has accumulated a huge amount of wealth. അതായത് സ്മോളർ നമ്പർ ഓഫ് കോർപ്പറേഷൻസ് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഒരു ഷെയർമാൻ ആക്ട് വരാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഗ്രോ ചെയ്തിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് തുടങ്ങുകയാണ്. കാരണം ഇവരെ നമ്മൾ ട്രസ്റ്റ് എന്നുള്ള പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ആദ്യമേ പറഞ്ഞത്, ആൻറ്റി ട്രസ്റ്റ്. അതായത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഇത് വന്നത്. കാരണം ഇവർ സ്മോളർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവർ ഭയങ്കരമായിട്ട് ബിസിനസ് വെൽത്ത് എടുക്കാൻ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് കൺസേൺഡ് ആയിട്ട് ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പോൾ ഈ ട്രസ്റ്റുകൾ വന്നതോടെ ഇവർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുകയും ഇവർ നമ്മുടെ കോമ്പറ്റീഷനെ സപ്രസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് നമ്മുടെ ഷെയർമാൻ ആക്ട് 1890 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ആക്ട് മെയിനായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി സസ്റ്റെയിൻഡ് ആയിട്ട് പോകാനായിട്ട്, കോമ്പറ്റീഷൻ സസ്റ്റെയിൻ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് മെയിനായിട്ട് വരുന്നത്. ഈ ആക്ട് എന്ന് പറയുന്നത് ട്രേഡ് റീസ്ട്രെയിൻ ചെയ്യുന്നത് തടയാൻ, അതായത് ട്രേഡ് തടയുന്നത് ഇല്ലീഗലാക്കുകയും അതേപോലെ തന്നെ മോണോപോളി എന്നുള്ളൊരു ഫോർമേഷൻ വരികയാണെന്നുണ്ടെങ്കിലും ഈ ആക്ട് അതിനെ ഇല്ലീഗലാക്കി കളയും. 2 കാര്യങ്ങളെയാണ് ട്രേഡ് റീസ്ട്രെയിൻ ചെയ്യുന്നതും ഫോർമേഷൻ ഓഫ് മോണോപോളി. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസ്ട്രെയിൻഡ് the act makes it illegal to try to restrain trade or to form a monopoly. ഈ 2 കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് അങ്ങനെ ഒരാളെ റീസ്ട്രെയിൻ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ മോണോപോളി ആയിട്ടൊരു ഇൻഡസ്ട്രി വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് സ്യൂട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇല്ലീഗൽ ബിഹേവിയർ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെമഡീസ്, അവർക്ക് ഇല്ലീഗലായിട്ട് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് റെമഡീസ് ഇമ്പോസ് ചെയ്യാനുമായിട്ട് സാധിച്ചിരുന്നു. പിന്നെ ഈ ഒരു ഷെയർമാൻ ആക്ടിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കൻ സ്ഥലങ്ങളിൽ മാത്രമല്ല, ഔട്ട് ഓഫ് ദി അമേരിക്കൻ ഷോഴ്സിൽ വരെ ഇത് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ആക്ടിലൊരു ജസ്റ്റ് ഒരു കേസിലോ പോലെ പറയേണ്ട സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ ഒരു കേസിനകത്ത് ഞാൻ ഫാക്റ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ കേസിനകത്ത് റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡും മോണോപോളി ഫോർമേഷനും ഉണ്ടായിരുന്നു. ഷെയർമാൻ ആക്ട് ഇവിടെ അപ്ലൈ ചെയ്തിരുന്നു ജസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെയർമാൻ ആക്ടിൻ്റെ ലൂപ്പ് ഹോൾസ് ആയിട്ട് ആളുകൾ പറഞ്ഞിരുന്നത് ഈ ഒരു ആക്ട് ഇന്നെഫക്റ്റീവായിട്ട് കാണാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൻറ്റി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മെർജറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അമാൽഗമേഷനെ പറ്റിയിട്ടൊന്നും ഇവർ പറയുന്നില്ല. ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ്സും അല്ലെങ്കിൽ മെർജേഴ്സും അമാൽഗമേഷനെ പറ്റിയിട്ടൊന്നും ഇവർ പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ മെയിനായിട്ട് പറയുന്നുണ്ട് ട്രേഡ് റീസ്ട്രെയിൻമെൻറ്റോ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മോണോപോളി ആണെന്നുണ്ടെങ്കിൽ അവർ ഇല്ലീഗലായിട്ടാണ് ഈ ഒരു ആക്ട് പ്രകാരം കാണുക. പക്ഷേ എന്താണ് റീസ്ട്രെയിൻമെൻറ്റ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ എന്താണ് മോണോപോളി ഫോർമേഷൻ എന്ന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത് പറയുന്നത് ഇത് അൺസർട്ടൈൻ ആയിരുന്നു. കാരണം എന്താണ് ലീഗൽ എന്ന് പറയുന്നില്ല. വാട്ട് ഈസ് ലീഗൽ എന്നുള്ളതിൻ്റെ അവിടെ ഒരു അൺസർട്ടനിറ്റി പ്രിവെയിൽ ചെയ്തിരുന്നു. ഇത് അതിൻ്റെ ലൂപ്പ് ഹോൾസ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. സോ മെനി പീപ്പിൾ ക്ലെയിം ദി ആക്ട് ടു ബി ഇൻഎഫക്റ്റീവ് ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഡീൽ വിത്ത് ആൻറ്റി കോമ്പറ്റേറ്റീവ് മെർജേഴ്സ് ഓർ കോപ്പറേറ്റീവ് അമാൽഗമേഷൻസ്. സെക്കൻഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിഡ് നോട്ട് എലാബറേറ്റ് ഓൺ ദ മീനിങ് ഓഫ് റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് attempt to gain monopoly. മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് അൺസർട്ടനിറ്റി പ്രിവെയിൽഡ് അബൌട്ട് വാട്ട് ഈസ് ലീഗൽ.
ഇത്രയും 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയർമാൻ ആക്ട് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അവരുടെ മെയിനായിട്ട് കൺസേൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അവർ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ലൈക്ക് ഒരു കേസ് ജസ്റ്റ് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി വേഴ്സസ് US. പിന്നെ നമ്മൾ അതിൻ്റെ ചെയർമാൻ ആക്ടിൻ്റെ ലൂപ്പ് ഹോൾസ് ആയിട്ട് വന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ആൻറ്റി ട്രസ്റ്റ് ലെജിസ്ലേഷനായിട്ടാണ് നമ്മളുടെ ചെയർമാൻ ആക്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. നമ്മൾ ഹിസ്റ്ററി ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിമ്പിളായിട്ട് സ്റ്റോറി പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ടെലഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി സ്റ്റുഡൻസിന്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.